എൻ്റെയും മിനിച്ചേച്ചിയുടെയും മാനറിസം ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. മിനിച്ചേച്ചിയുടെ വാലായിരുന്നു ഞാൻ. അവളെ വക്കീലെന്നും എന്നെ ഗുമസ്തനെന്നുമാണ് വിളിച്ചിരുന്നത്. കാരണം അവൾ എന്ത് പറയുന്നു അതിൻ്റെ അവസാനത്തെ വാക്ക് ഞാൻ പറയും. അതെ 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 അതെ, അല്ല 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 അല്ല. അവള് പോയതിന് ശേഷം അവൾ എന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എന്ത് കുറവ് കണ്ടിട്ടാണ് ഒരാളിനെ വേണ്ടാന്ന് പറയുന്നത്? സിനിമയിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ആര് എപ്പോൾ ഏത് ഉയരങ്ങളിലെത്തുമെന്ന് പറയാനേ പറ്റില്ല. എനിക്ക് ആരോടും അസൂയ തോന്നാതിരിക്കാൻ കാരണം എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുള്ള എൻ്റെ വിശ്വാസമാണ്. എവിടെങ്കിലും എന്നെ ഇഷ്ടപ്പെടാത്ത കുറേ പേരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പം ഈ കുശുമ്പ് മുഖം വരും. ക്രിസ്റ്റോ ഇങ്ങനെ ഫുൾ ടൈം കരയുന്ന ക്യാരക്ടറിന് എന്നെ എൻ്റെ ആൾക്കാർക്ക് ഇഷ്ടമല്ല കാണാൻ. യോ എന്തിനാ ക്രിസ്റ്റോ എന്ന് എന്തെല്ലാം പറഞ്ഞു നോക്കി. ഒരു സിനിമയെ എന്തെല്ലാം പറഞ്ഞ് നമുക്ക് വേണ്ടാന്ന് വയ്ക്കാം, ആ അടവുകൾ മുഴുവൻ പറ്റി. എന്നിട്ട് ഇപ്പൊ ആ സിനിമയ്ക്ക് ആ കഥാപാത്രത്തിന് അവാർഡ് തീർച്ചയായിട്ടും ഞാൻ അതിലെ പറഞ്ഞത് ഇത് ക്രിസ്റ്റോയ്ക്കുള്ള അവാർഡാണിത്. ഒത്തിരി പരസ്യ ചിത്രങ്ങളുടെ ഭാഗമൊന്നും ആയിട്ടില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം? നമുക്ക് ഒരുപാട് ഓഫേഴ്സ് വരുമ്പോഴും എന്താ പറയുക, ഞാൻ കണ്ടന്റ് ചോദിക്കും, എന്ത് മണം എന്ത് രുചി ഇതൊക്കെ കാണിക്കാൻ എനിക്ക് എന്തോ പോലെ. അപ്പം ഒരു കോഫിയുടെ ഒരു ആഡ്, കപ്പ് ചൂട് കാപ്പി ആ ടേക്ക് സമയത്ത് തന്നിട്ട് ഇത് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് വേണം എന്ത് രുചിയൊക്കെ പറയണം. ചൂട് പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൈ ഇങ്ങനെ വെച്ചോണ്ട് എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ചുറ്റിനും നിൽക്കുന്നവരുടെ കയ്യിൽ 3-4 സിഗരറ്റ് കൊടുത്തിരിക്കുകയാണ്. കറക്റ്റ് ആ ടേക്കിന് തൊട്ട് മുമ്പ് ഇവർ വലിച്ചിട്ട് ഈ പുക കൊണ്ട് വെച്ചിട്ട് അടച്ചു. ആക്ഷൻ ടേക്ക് എന്ന് പറഞ്ഞ് ഇതൊരു എന്ത് വേണം എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അയ്യയ്യേ എന്നെ കൊണ്ട് പറ്റത്തില്ല. എല്ലാം കൂടെ സിഗരറ്റ് വലിച്ച് പുകയിട്ട് വെച്ചിട്ട് എന്ത് വേണം എന്ത് രുചി എനിക്ക് ശരിയാവും. അവരുടെ മുമ്പിൽ എൻ്റെ പ്രണയം കാണിക്കാന്ന് പറയുന്ന ഒരു നാണക്കെട്ട ഒരു സമ്പ്രദായം. എന്തോ ചെയ്യും, തല ഉരിഞ്ഞെന്ന് ഇങ്ങനെ മേപ്പോട്ട് നോക്കി ചിരിച്ചാൽ അതാണ് നാണം എന്ന് ഞാൻ ഫിക്സ് ചെയ്തു. വലിയ പാടാണ്. ജയറാമിനെയൊക്കെ ഒന്ന് ഉള്ളു കൊമ്പിച്ച് മാന്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറെ പേർക്ക് നുള്ളി കിട്ടിയിട്ടുണ്ടോ? ഇഷ്ടംപോലെ. ജയറാമിന്റെ ഒക്കെ ഈ 6ാം മതിൽ എന്നുവെച്ചാൽ അടുത്തോട്ട് വരാതിരിക്കാൻ ഭരതനങ്ങള് നല്ലോണം ഹഗ് എന്ന് പറയും. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കും. മുകേഷ് ചേട്ടൻ്റെ കൂടെയും ശ്രീനേട്ടൻ്റെ കൂടെയും കൂടുതൽ കോമ്പിനേഷൻ ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഹ്യൂമറിന്റെ ഒരു പ്രത്യേക തലത്തിലുള്ളവരാണ്. ഓട്ടം കണ്ടിട്ടില്ലേ മുകേഷ് ചേട്ടൻ്റെ? നമ്മൾ പ്രൊഫൈൽ ശ്രദ്ധിച്ചാൽ ചിരിച്ചു കൊണ്ടുപോകും, ഒന്നും സംസാരിക്കണ്ട. അതുപോലെ ശ്രീനേട്ടനും നീ എപ്പോ വന്നു എപ്പോ പോകുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, ലോകത്താരും ചോദിക്കത്തില്ല അങ്ങനെ ഒരു വിശേഷം. മലയാളത്തിന്റെ തനിമയുള്ള സിനിമകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥകൾ, ഒരു കുടുംബ ബന്ധങ്ങൾ പറയുന്ന കഥകൾ, ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അല്ലാതെ തമിഴിൽ തന്നെ ചെയ്യുന്നത് പോലെയുള്ള സിനിമകളല്ല എന്നുള്ളതാണ് വാസ്തവം. മലയാളത്തിലെ ഇവിടെ ആരംഭിച്ചിട്ടാങ്ങളാന്ന് ചോദിക്കും. ലാലേട്ടനും കൂടെ ഒരു 10-12 സിനിമകൾ ചെയ്തു, അതിൽ കൂടുതൽ സിനിമകൾ ചെയ്തു. ഇപ്പൊ ശോഭന മാമായിട്ട് വീണ്ടും ഇപ്പൊ ഒരു തുടരും സിനിമ ഒരുപാട് സക്സസ്ഫുള്ളി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുക. എനിക്കിപ്പോഴും മിഥുനത്തിലെ സുലോചന ഉണ്ടല്ലോ, ഒത്തിരി ഇഷ്ടമുള്ള കഥാപാത്രമാണ്. നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചൊരു സിനിമ, അത് ഞങ്ങൾക്ക് ആഗ്രഹിക്കാമോ? ജോലി നേടാൻ ഒരേ ഒരു എൻട്രി ആപ്പ് ഡൗൺലോഡ്. ഹായ്, ഹലോ, നമസ്കാരം. സൈനസ് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഉർവശി മാം, കലേഷ്. സ്വാഗതം. നമ്മുടെ സിനിമയുടെ ട്രെയിലർ കാണുന്ന സമയത്ത് എനിക്ക് ആദ്യം മനസ്സിൽ വരുന്നത് പടയപ്പിലെ ഡയലോഗാണ്, ഇന്നും ആ സ്റ്റൈലും അഴകും ഒന്ന് വിട്ടു പോകലായിരുന്നു. ഞങ്ങൾ പല സമയത്തും കോമഡി സിനിമ ട്രെയിലർ കാണുമ്പോൾ കൽപ്പന മാമ ഞങ്ങൾ സത്യം പറഞ്ഞ ഓർത്തുപോയി പല സീക്വൻസിലും. അത് ഈ കമന്റ്സിൽ ഒത്തിരി പേര് പറയുന്നത്, അത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലും സന്തോഷം തരുന്നതാണ്. അത് കണ്ടിട്ടുണ്ട് ആ കമന്റ്സ്? എല്ലാവരും പറയാറുണ്ട്, ഒത്തിരി പേര്. ഞാൻ സോഷ്യൽ മീഡിയയിൽ അധികം അങ്ങനെ ഫോളോ ചെയ്യുന്ന ഒരാളല്ല, പക്ഷെ എല്ലാവരും കണ്ടിട്ട് പറയും. അതൊരു എൻ്റെയും മിനിച്ചേച്ചിയുടെയും എൻ്റെ അമ്മയുടെയൊക്കെ മാനറിസംസ്. കലച്ചേച്ചി അതെ, പക്ഷെ കലച്ചേച്ചി കൂട്ടത്തിൽ കുറച്ചുകൂടെ ഒതുങ്ങിയ റോളുകൾ ചെയ്തു പോയതുകൊണ്ടാണ്. പക്ഷെ എൻ്റെയും മിനിച്ചേച്ചിയുടെയും മാനറിസംസ് ഞങ്ങൾ ഒരുമിച്ചാണ് വളർന്നത്. മിനിച്ചേച്ചി എവിടെ ഉണ്ടോ, മിനിച്ചേച്ചിയുടെ ഇപ്പൊ ഈ അൻവർ ജഗമ്മയുടെ വാല് പോലെ എന്ന് പറഞ്ഞ പോലെ മിനിച്ചേച്ചിയുടെ വാലായിരുന്നു ഞാൻ. അവളെ വക്കീലെന്നും എന്നെ ഗുമസ്തനെന്നുമാണ് വിളിച്ചിരുന്നത്. കാരണം അവൾ എന്ത് പറയുന്നു അതിന്റെ അവസാനത്തെ വാക്ക് ഞാൻ പറയും. അതെ 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 അതെ, അല്ല 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 അല്ല, അച്ഛൻ വന്നു ഇങ്ങനെ പറയുമ്പോ വക്കീലും ഗുമസ്തനും കൂടെ അങ്ങോട്ടാന്ന് ചോദിക്കും. ഞങ്ങളെ കൊച്ചിലെ മിനിച്ചേച്ചി ഒത്തിരി ടോക്കറ്റീവ് വന്നു. ഞാൻ മിനിച്ചേച്ചി പറയുന്ന വാക്കിന്റെ അവസാനം മാത്രം സംസാരിക്കുന്ന ഒരാൾ അതായിരുന്നു ഞങ്ങൾ. അപ്പം ഞങ്ങളുടെ മാനറിസംസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം വരും. ഒരേ ശബ്ദമായിരുന്നു എല്ലാം. ഫോൺ എടുത്താൽ കൽപ്പനയാണോ ഉർവശിയാണോ എന്ന് ചോദിക്കുമായിരുന്നു. അപ്പം സ്വാഭാവികമായിട്ടും അവള് പോയതിന് ശേഷം അവൾ എന്നെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കത് ഫീലിംഗ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കഥാപാത്രങ്ങൾ, ഇപ്പൊ നമ്മുടെ ആർട്ടിസ്റ്റ് പൊതുവെ ഒരു സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുള്ള പല കഥാപാത്രങ്ങൾ ഓർക്കും. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അമ്മ, ചേച്ചി, വീട്ടിൽ വന്ന ആളുകളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. ഈ ഇതില് ജഗദമ്മ എന്നൊരു കഥാപാത്ര സത്യത്തിൽ ആരാ? ജഗദമ്മ എവിടെയെങ്കിലുമൊക്കെ ഷിജിനെ കണ്ടു കാണും. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ
നമ്മൾ ഒരു നാട്ടിൻപുറത്ത് ഒറ്റപ്പെട്ടെന്ന് വെച്ചാൽ അൻവർ അല്ലാതെ വേറെ ബന്ധുക്കൾ ആരുമില്ല. അത് മാത്രമേ ഉള്ളൂ. ആകെപ്പാടുള്ള ധൈര്യം അൻവർ മാത്രമേ ഉള്ളൂ. ആ ഒരു ധൈര്യത്തിൽ മുമ്പോട്ട് ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീയാണ്. അപ്പം നാളെ അൻവറിൻ്റെ ഭാവിയിൽ അൻവറിൻ്റെ ജീവിതത്തിൽ വേറെ വഴിത്തിരിവുകളുണ്ടാവും. അത് കഴിഞ്ഞാലും ഒറ്റയ്ക്ക് പൊരുതി നിൽക്കണം. ഈ സെൽഫ് മെയ്ഡ് മാൻ എന്ന് പറയില്ലേ, സെൽഫ് മെയ്ഡ് വുമൺ ആണ്. 7ാം ക്ലാസ് വരെ നല്ലപോലെ പഠിച്ചിരുന്ന, 7ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്ന ഒരു ജഗദമ്മ പിന്നീട് ആ ജഗദമ്മ അക്കയായി മാറിയതിന്റെ ഒരു കഥയാണ്. അതിനകത്ത് അൻവറും കൂടെ ഉണ്ട്. അപ്പൊ അവര് തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട്. അത് സിനിമ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലായത്. വൺ ഓഫ് ദ പ്രൊഡ്യൂസർ കൂടെയാണല്ലോ ഈ സിനിമയിൽ. ഞാൻ ഈ പോസ്റ്റർ കാണുമ്പോൾ ശ്രദ്ധിക്കായിരുന്നു. നമ്മൾ എവിടെയും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഉർവശി URBASH ആണ്, ഇവിടെ OO ആണ് കാണുന്നത്. ശരിക്കും OO ആണ് സ്റ്റാർട്ട് ചെയ്യണേ? അല്ല, അതെന്താ പറയുക, ഞാൻ തമിഴിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തത്. അവര് ഊർവശി എന്നേ പറയൂ, പ്രൊനൗൺസ് ചെയ്യും. അപ്പം ഞാൻ എന്താ പറയുക, ഒരു 14 വയസ്സിൽ അന്ന് അമ്മയും കൂടെ ഇത് ചെയ്തിട്ടേ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. 18 വയസ്സ് വരെ IT അങ്ങനെ അടയ്ക്കാനും ഒന്നും പറ്റില്ല എനിക്ക്. അപ്പോൾ അവർ ടൈറ്റിൽ ഇട്ടതും പ്രൊനൗൺസ് ചെയ്തതും വെച്ചാണ് ഞാൻ എൻ്റെ ടാക്സ് അടയ്ക്കുന്നത് ആ പേരിലാണ്. അതുകൊണ്ടാണ് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് മാറ്റുന്നുണ്ട്. ഇത് അതല്ല, 700-ൽ പരം സിനിമ ചെയ്ത് പലരും അങ്ങനെ ചോദിക്കുക. അല്ല, ടി-രാജേന്ദ്രൻ അങ്ങനെ മാറ്റി അങ്ങനെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ഇത് അതല്ല കേട്ടോ. ഇത് അങ്ങനെ ആദ്യം മുതലേ ഇട്ടുപോയി. അപ്പൊ ഒരു 4 വർഷത്തോളം ഞാൻ ഇൻഡിപെൻഡന്റ് അല്ലായിരുന്നു. അപ്പൊ അതിന് ശേഷമാണ് പിന്നെ ഇതാവാൻ തുടങ്ങിയത്. അതാണ് പ്രൊഡ്യൂസറായപ്പോൾ അത് ഇടാതെന്ന് പറഞ്ഞു. ഇപ്പൊ ശ്രീനിവാസൻ, ജഗദീഷ്, ഇപ്പൊ ഒത്തിരി നടന്മാര് ഇപ്പൊ അവരുടെ കൂടെ ഒരുപാട് പേര് അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്നും പറയുന്ന പേര്, കൂടെ അഭിനയിച്ചതിൽ മികച്ച ഒരു നടി ഉണ്ടെങ്കിൽ അത് ഉർവശി എന്നാ. എന്തുകൊണ്ട് എല്ലാവരും ഒരുപോലെ ഉർവശിയുടെ പേര് പറയുന്നത്? അതിന്റെ ഒരു മാജിക് അത് മാജിക് ഒന്നുമല്ല കേട്ടോ. അവരൊക്കെ ചേർന്നാണ് എന്നെ നല്ല നടിയാക്കിയത്. അവർക്കാണ് അതിന്റെ ക്രെഡിറ്റ്. ശ്രീനേട്ടന്റെ ക്യാരക്ടേഴ്സിൽ കൂടെ ഞാൻ എത്രമാത്രം അറിയപ്പെട്ടു. ഇപ്പോഴും നിങ്ങളൊക്കെ തലയണമന്ത്രമൊക്കെ എന്ത് രസമായിട്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സത്യേട്ടനും ശ്രീനേട്ടനും വേണു നാഗവള്ളി ചേട്ടൻ, IB ശശി, അങ്ങനെ കുറേ ഡയറക്ടേഴ്സും കുറേ റൈറ്റേഴ്സും അവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ്. അവരെന്നെ വിശ്വസിച്ചേൽപ്പിച്ചു. എത്ര ഡയറക്ടേഴ്സ്, സുരേഷ് ഉണ്ണിത്താൻ, വിജി തമ്പി, എത്ര ഡയറക്ടേഴ്സിൻ്റെ പേര് പറയേണ്ടി വരും. ഇപ്പോൾ കടിഞ്ഞൂർ കല്യാണമെങ്കിൽ രാജസേനൻ, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റോൾ. അപ്പം അവരൊക്കെയാണ്. അവരൊന്നും ആ റോൾ എനിക്ക് തന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു ആസ് യൂഷ്വൽ ഒരു ആക്ട്രസ്സായിട്ട് ഞാൻ നിന്നേനെ. പലപ്പോഴും അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം, നമുക്കിപ്പം വേണമെങ്കിൽ ഇപ്പൊ പല ആർട്ടിസ്റ്റ് ആയാലും ഒരു നടന്റെ കൂടെ നടിയും കൂടെ അഭിനയിക്കുന്ന സമയത്ത് വേണ്ട എന്ന് പറയാറുണ്ട് പല കാരണങ്ങളാൽ. പക്ഷെ അന്ന് ഇന്നും അവർ, ഇന്നത്തെ ശ്രീനിവാസ് ചേട്ടൻ പറഞ്ഞ പോലും ജഗദീഷ് പറഞ്ഞ പോലും, ഒരു സമയത്ത് നായികയായിട്ട് ഉർവശി എന്റെ കൂടെ അഭിനയിച്ചത് കൊണ്ടാണ് എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റിയത്. അങ്ങനെ ഒരു കഥാപാത്രം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ശരിക്കും എന്തായിരുന്നു മോട്ടീവ്? ഇല്ല, ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെയാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലും, കാരണം അച്ഛനും അമ്മയൊക്കെ നാടകവും നൃത്തവും അങ്ങനെ ഒരു കലാപരമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. നമ്മളെ ചൂസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് ചെയ്യുക. ഒരു ഡയറക്ടർ അയാളുടെ തീരുമാനമാണ് ഏത് ആക്ടറിനെ ചൂസ് ചെയ്യണമെന്നുള്ളത്. ആ ചൂസ് ചെയ്ത ആളിനെ അയാൾ വേണ്ട, ഞാൻ പറയുന്ന ആളിനെ വെക്കുന്നതിന് സമ്പ്രദായം ഇല്ല. നമ്മളോട് എന്തെങ്കിലും ഏതെങ്കിലും ക്യാരക്ടറിൻ്റെ അഭിപ്രായം ചോദിച്ചാൽ സത്യസന്ധമായിട്ട് ഈ റോളിന് ഇന്ന ആളല്ലേ ചെയ്യുന്നത് നല്ലത് എന്നൊരു അഭിപ്രായമായിട്ട് പറയാം. അല്ലാതെ ഒരു ഇട്ട ഒരാളിനെ മാറ്റാൻ ഒരിക്കലും പറയുന്ന ഒരു രീതിയില്ല. രണ്ടാമത് എന്ത് കുറവ് കണ്ടിട്ടാണ് ഒരാളിനെ വേണ്ടെന്ന് പറയുന്നത്? സിനിമയിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഒരിക്കലും ഇല്ല. സിനിമ എന്ന് പറയുന്ന ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ആര് എപ്പോൾ ഏത് ഉയരങ്ങളിലെത്തുമെന്ന് പറയാനേ പറ്റില്ല. ആരെങ്കിലുമൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ലോങ് സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്ന എത്രയോ ആക്ട്രസ്, ഹേമമാലിനിയെ തമിഴ് സിനിമയിൽ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ട് ഇവരുടെ പല്ല് ശരിയല്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് അയച്ച ആളാണ്. ഇന്ത്യയിലെ ഡ്രീം ഗേളായി. അപ്പോൾ ആരെങ്കിലുമൊക്കെ കുറവ് പറഞ്ഞ് മാറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മറ്റേതെങ്കിലും രീതിയിൽ ആ പൊസിഷനിലെത്തും. വിദ്യാബാലൻ ചക്രത്തിൽ അഭിനയിച്ചിട്ട് ലാലേട്ടന്റെ കൂടെ ആയിരുന്നു വിദ്യാബാലന്റെ ഡെബ്യൂ ആവേണ്ടത്. പിന്നെ അത് നടക്കാതെ പോയി, ആ സിനിമ നിന്നുപോയി. പിന്നീട് അത് വേറെ, പക്ഷെ അത് വർഷങ്ങൾക്ക് ശേഷം ഹിന്ദിയിൽ പോയി പരിണീത എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഹിന്ദിയിൽ വലിയ സ്റ്റാറായി. അപ്പൊ അത് ഇന്ത്യ ആക്ട്രസ് രേഖ, അവരും തമിഴിലൊരു സിനിമ, പഴയ സിനിമ അഭിനയിച്ചിട്ട് അതൊട്ടും ശരിയാവത്തില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. സൗത്തിൻ്റെ ഫേസ് അല്ല, കവിളൊക്കെ ഒട്ടിയിരിക്കുന്ന പോലെ ഇരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അയച്ചതാണ്. അതുകൊണ്ട് പിന്നെ ഒരിക്കലും രേഖ തമിഴിൽ അഭിനയിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റുകൾ പറഞ്ഞു കേട്ട വാർത്തകളാണ്. അപ്പോൾ ആരെയും അങ്ങനെ പറയേണ്ട കാര്യമില്ല. എന്താണ് ജഗദീഷ് എന്ന് പറഞ്ഞ നടൻ എന്താണ് കുറവ്? ഇപ്പം
ഇപ്പോഴത്തെ ഡയറക്ടേഴ്സ് പ്രൂവ് ചെയ്തിരിക്കുന്ന എന്ത് മികച്ച നടനാണെന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും. അത് ഞങ്ങൾ ഓരോ സിനിമ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക. 2.2 ആണ്. അത് സിനിമകൾ കണ്ടിട്ട് ജഗദീഷോട് പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഫാലിമയൊക്കെ കണ്ടിട്ട് ജയചന്ദ്രനെ വിളിച്ചിരുന്നു. ചേട്ടാ ഉഗ്രനായിരിക്കുന്നു. റോഷാക്ക് എല്ലാ റോൾസ് അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്രയും നല്ലൊരു കലാകാരൻ അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോ ഇത് ഒന്നാലോചിച്ച് കൂടെ ഒരു കോളേജ് അധ്യാപകനായിട്ട് ഉള്ളപ്പോഴാണ് ഈ കോമഡിയൊക്കെ ചെയ്തിട്ടുള്ളത്. മണ്ടത്തരം പറയുന്ന ക്യാരക്ടേഴ്സ്, പക്ഷേ അത് കോളേജിൽ എനിക്ക് തോന്നുന്നു പണ്ട് പറഞ്ഞിട്ടുണ്ട്. കോളേജിൽ ആദ്യം ഈ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ ചിരിപ്പിക്കെങ്കിലും അതേ ക്ലാസ് എടുത്ത് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് സാറായിട്ട് ആള് ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത്. ശരിക്കും നമ്മൾ ചെയ്ത കഥാപാത്രങ്ങൾ വെച്ച് നമ്മൾ എപ്പോഴും പറയാറില്ല. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് കുറച്ച് മുമ്പ് പറഞ്ഞു വില്ലനായിട്ട് കഥാപാത്രം ചെയ്ത എപ്പോഴും നമ്മളൊരു വില്ലൻ ഇമേജ് ആയിരിക്കും. അത് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാണാൻ മാം ഈ കുശുമ്പും ഒക്കെ കാണിക്കണം. പല രീതിയില് പല സിനിമയിൽ റിപ്പീറ്റ് കാണിച്ചാൽ അത് കാണാൻ ഒരു സുഖമാണ്. എല്ലാവരുടെ ഉള്ളിലും ചെറിയ കുശുമ്പും കുന്നായ്മയൊക്കെ ഉണ്ടാവാതിരിക്കും. നമ്മൾ പച്ചയായ മനുഷ്യരല്ലേ. അത് നമ്മളെ എപ്പോഴും അംഗീകരിക്കുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അറിയത്തില്ല. എവിടുന്നെങ്കിലും ഒരു അവഗണന കിട്ടുമ്പോഴേ ഇതൊക്കെ പുറത്തു വരും. എനിക്ക് ആരോടും അസൂയ തോന്നാതിരിക്കാൻ കാരണം എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുള്ള എൻ്റെ വിശ്വാസമാണ്. എവിടെങ്കിലും എന്നെ ഇഷ്ടപ്പെടാത്ത കുറെ പേരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പം ഈ കുശുമ്പ് മുഖം വരും. അതെന്തോ ഇവർക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത, പിന്നെ ഇവര് വലിയ ആൾക്കാർ അങ്ങനെ തോന്നും. അപ്പം ഞാൻ ജീവിതത്തിൽ അത് ഈശ്വരനെ അനുഗ്രഹിച്ച് വളരെ കുറച്ചൊന്നും പോലും പറയാനില്ല. നമ്മൾ അന്യഭാഷയിൽ പോകുമ്പോഴും നമുക്ക് എന്തോ നല്ലൊരു റിസപ്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഏത് സ്ഥലത്ത് പോയിട്ട് അല്ലെങ്കിൽ ഏത് ഭാഷയിൽ പോയി അഭിനയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉർവശി നമ്മുടേത് മാത്രമാണ് നമുക്കൊരു അഭിമാനത്തോടെ നമ്മൾ പറയാറുണ്ടല്ലോ. അതെപ്പോഴും ഇപ്പൊ തമിഴ്നാട്ടിലാണെങ്കിലും മലയാളത്തിൽ ഒന്ന് സിനിമ ചെയ്യുമ്പോൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അല്ലെങ്കിൽ അവാർഡുകൾ കിട്ടുമ്പോഴും അല്ലെങ്കിൽ മറ്റ് സിനിമകൾ ചെയ്ത് അതിൽ ആളുകൾ നല്ല കഥാപാത്രമാണെന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് അതിന്റെ സന്തോഷമുണ്ട്. ഒരു മുഴുവനായിട്ട് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ ജനിച്ചു വളർന്നെങ്കിലും മലയാളികൾക്കുള്ളൊരു സ്നേഹം ഉണ്ടല്ലോ. അത് ആദ്യം സിനിമ തൊട്ട് കണ്ടുകൊണ്ട് 2 കൈ നീട്ടി സ്വീകരിക്കുന്നില്ലേ. മലയാളികൾ എപ്പോഴും മലയാളികൾക്ക് നല്ല സിനിമകൾ കൊടുക്കണം എന്നൊരു എപ്പോഴും ആഗ്രഹമുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും. കാരണം അതുകൊണ്ടല്ലേ നമ്മൾ ഇത്രയും ഗ്യാപ്പ് എടുക്കുന്നത്. മറ്റു ഭാഷകളിൽ ഡിമാൻഡ് ഇല്ലാതെ നമ്മുടെ പ്രൊഫഷനാണ്, നമ്മുടെ സർവൈവലിൻ്റെയും കൂടെ ഭാഗമാണ്. അപ്പോൾ നല്ല പ്രതിഫലം കിട്ടുന്നു. അപ്പം പിന്നെ ക്യാരക്ടറിൻ്റെ ആ ഡെപ്തോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് നോക്കാതെ എത്രയോ സിനിമ ചെയ്തിട്ടുണ്ട്. ഹ്യൂമറിന് വേണ്ടി മാത്രമുള്ള ചില റോള് പോയി ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് ചെന്നൈ രാവിലെ 8:30 പോയാൽ മതി, വൈകിട്ട് 6 മണിയാകുമ്പോൾ വീട്ടിലൊക്കെ സുഖമാണ്. അത്യാവശ്യം നല്ല പ്രതിഫലം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല, നമ്മൾ വർക്ക് ചെയ്യും. പക്ഷെ ഇതെൻ്റെ വീടാണ്, എൻ്റെ നാടാണ്. ഇവിടെ വരുമ്പോൾ എനിക്ക് ഡിമാൻഡ് ചെയ്യണം. എൻ്റെ വീട്ടിൽ എനിക്ക് ഇത്രയും സ്ഥാനം കിട്ടണം. എനിക്ക് വിശക്കുമ്പോൾ വയറു നിറച്ച് ആഹാരം തരണം. മനസ്സിലായില്ലേ? അതെനിക്ക് ഇഷ്ടമുള്ള ആഹാരം തന്നെ തരണം. അങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിൽ. ഞാൻ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പോയി എൻ്റെ വീട്ടിൽ എത്തിക്കഴിയുമ്പം എനിക്കിഷ്ടമുള്ളത് എൻ്റെ വീട്ടിൽ വെക്കുള്ളൂ. എനിക്കിഷ്ടം കൊഞ്ചാണെങ്കിൽ അത് വാങ്ങിച്ച് വെക്കും. കണവ വേണമെന്ന് പറഞ്ഞാൽ അമ്മ അത് പൊടിമുളക് വരുന്നുണ്ട് കേട്ടോ, നാളെ കുറച്ച് കണവ കൊണ്ടുവരണേ എന്ന് മീൻകാരനോട് പറഞ്ഞു വിടും. അപ്പം അതേപോലത്തെ ഡിമാൻഡാണ് എനിക്ക് മലയാളത്തിൽ വരുമ്പോൾ. അത് അഭിനയിക്കാനുള്ള വിശപ്പാണ്. ടൈപ്പ് കാസ്റ്റ് ആയി പോകരുതെന്നുള്ളത്. ചേച്ചി അത് പലപ്പോഴും ചേച്ചി ഒരു തരത്തിലുള്ള ക്യാരക്ടർ ചെയ്ത് അത് ഹിറ്റായി കഴിഞ്ഞാൽ അതേപോലത്തെ കുറെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ചേച്ചി ഒരു ബ്രേക്ക് എടുക്കും മലയാളത്തിൽ. പിന്നെ പോയി കുറച്ച് വേറെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെ വേറൊരു തരം ഒരു ക്യാരക്ടറുമായിട്ട് വരും. ഇപ്പൊ ഉള്ളൊഴുക്കൊക്കെ അങ്ങനെ വന്ന ഒരു ക്യാരക്ടർ. അങ്ങനെ ഒരു ക്യാരക്ടറിൽ നമ്മൾ ഇത്രയും വർഷമായിട്ട് എന്തുകൊണ്ട് ചേച്ചിയെ കണ്ടില്ല? അപ്പൊ അതിനൊരു ക്രിസ്റ്റോട്ടോമി വേണ്ടി വന്നു അങ്ങനെ ഒരു ക്യാരക്ടർ വരാനും. അത് കാരണം ഞാൻ എത്രയോ പറഞ്ഞു നോക്കി ക്രിസ്റ്റോയുടെ അടുത്ത്. ക്രിസ്റ്റോ ഇങ്ങനെ ഫുൾ ടൈം കരയുന്ന ക്യാരക്ടറിന് എന്നെ എൻ്റെ ആൾക്കാർക്ക് ഇഷ്ടമല്ല കാണാൻ. എന്തിനാ ക്രിസ്റ്റോ എന്ന് എന്തെല്ലാം പറഞ്ഞു നോക്കി. ഒരു സിനിമയെ എന്തെല്ലാം പറഞ്ഞ് നമുക്ക് വേണ്ടാന്ന് വെക്കാം, ആ അടവുകൾ മുഴുവൻ ഫൈറ്റ് ചെയ്യാം. ഒരു ബന്ധമില്ലാത്ത കാര്യത്തിൽ ഇത് എൻ്റെ ഈ ലീലാമ്മയുടെ ആംഗിളിലൊന്നും അല്ലേ ഈ കഥ പറയുന്നത്, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. ഒരു കാര്യമില്ല, ഡയറക്ടർ അയാളുടെ ആംഗിളിൽ കട കൊടുക്കുന്നു, എനിക്കെന്ത് കാരണം ഒരു പള്ളിയിലച്ഛനെ പോലെ ഒരു പയ്യൻ വന്ന് ക്ഷമയോടിരിക്കുക, ഒന്നും പറയുന്നില്ല, വെറുതെ ഇരിക്കുന്നു. അപ്പൊ എന്താ പറയുക, എന്ത് പറഞ്ഞാൽ ഇപ്രാവശ്യം എന്ത് അടവെടുക്കാം, പിന്നെ ഇതെടുക്കാം, പലതും പറഞ്ഞു നോക്കിയാലും ശരി ചേച്ചി മിണ്ടാതെ പോകുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ചേച്ചി അപ്പൊ എപ്പോഴാ ചേച്ചി ഫ്രീ ആവുന്നത്, അച്ഛോ വീണ്ടും. എന്നിട്ട് ഇപ്പൊ ആ സിനിമയ്ക്ക് ആ കഥാപാത്രത്തിന് അവാർഡ് തീർച്ചയായിട്ടും ഞാൻ അതിലെ പറഞ്ഞത് ഇത് ക്രിസ്റ്റോയ്ക്കുള്ള അവാർഡാണിത്. ഒപ്പം പാർവതിയോടും എനിക്ക് കടപ്പാടുണ്ട്. കാരണം ഫുൾ ടൈം ഇപ്പം ഞാനും അൻവറും ഇതിനകത്ത് എങ്ങനെ ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ അത് വേറൊരു ജോണറിൽ ഞാനും പാർവതിയാണ്. അപ്പോൾ എനിക്ക് മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് ആ ഫീൽ ചെയ്യത്തക്ക രീതിയിലൊരു നല്ല നടിയായിട്ട് അവൾ നിന്നതുകൊണ്ടാണ്.
അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആ അവാർഡ് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ പാർവതിയെ ഓർത്തു. കാരണം അവൾക്കും കൂടി അർഹതയുള്ള ഒരു അവാർഡാണത്. അതുകൊണ്ട് ഇപ്പൊ ഒത്തിരി സിനിമകൾ ചെയ്യുമ്പോൾ അതിൽ കഥാപാത്രം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരെങ്കിലും ഒബ്സർവ് ചെയ്യും, എങ്കിലും റിയൽ ലൈഫിൽ ഉർവശി ഉണ്ടല്ലോ, അത് ഏത് കഥാപാത്രമായിട്ടാണ് കണക്ട് ആയിട്ടില്ല അറിയാനുള്ള ഒരു കൊതിയുണ്ട്. കാരണം വളരെ അടുത്തറിയുന്നവർക്ക് ചിലപ്പോൾ മാത്രമേ അത് തിരിച്ചറിയാൻ പറ്റുള്ളൂ. ഞാൻ വളരെ ഗൗരവക്കാരിയായിട്ടുള്ള ഒരാളായിരുന്നു. വളരെ ഗൗരവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഞാനായിരുന്നു എൻ്റെ ബ്രദേഴ്സിനും എൻ്റെ വീട്ടിലെ ഇളയ പിള്ളേർക്കെല്ലാം റോൾ മോഡൽ ഞാനായിരുന്നു. ഞാൻ പറഞ്ഞാൽ അത് സത്യമായിരിക്കും, ഞാനത് സത്യമല്ലാത്ത രീതിയിൽ പെരുമാറത്തില്ല, അങ്ങനെയൊക്കെയായിരുന്നു. എൻ്റെ 2 ആങ്ങളമാരും ഞാൻ പറഞ്ഞെങ്കിലേ വിശ്വസിക്കൂ, ഞാൻ പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ. കാരണം നീതിയല്ലാത്തൊരു കാര്യം ചെയ്യില്ല, തെറ്റാണെന്ന് തോന്നിയാൽ അത് ഉറക്കെ തന്നെ പറയും എന്നുള്ളത് ആരുടെ കൂടെ ആയാലും എനിക്ക് ശരിയാല്ലാന്ന് തോന്നുന്ന കാര്യം ഞാൻ ഉറച്ച നിലപാട് തന്നെ എടുക്കും. അതിനുവേണ്ടി ഞാൻ സംസാരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടം കലേഷിനോട് എനിക്ക് ഒത്തിരി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കലേഷിനെ കുറിച്ച് ആര് മോശം പറഞ്ഞാലും ഞാൻ അതിന് എതിരെ തർക്കിച്ച് നിൽക്കും. അപ്പോൾ അതൊക്കെ എപ്പോഴും ശരിയാവണമെന്നില്ല. എനിക്ക് വേണ്ടപ്പെട്ട ഒരാളുമായിട്ട് ഞാൻ 1.5 മണിക്കൂറോളം ലാൻഡ് ലൈൻ ഫോണിൽ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടി തർക്കിച്ചുകൊണ്ട് നിൽക്കുകയാണ്. രാത്രി ഏകദേശം ഒരു 10 മണി മുതൽ 11:30 വരെ ഈ തർക്കം മാത്രം. ഒത്തിരി ബില്ലായി. എൻ്റെ അങ്കിളുടെ പേരിൽ അത് ബില്ല്, അദ്ദേഹം സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അത് ഭയങ്കരമായിട്ട് ഈ ബില്ലായിട്ട് ഇഷ്യൂ ആയാലും അദ്ദേഹത്തിന് അങ്ങനെ അത്രയൊന്നും ബില്ലാക്കാൻ പറ്റില്ല ഫോണിലൊന്നും. അപ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം ഫോൺ വെച്ച് കഴിഞ്ഞാൽ ചിന്തിച്ചപ്പോൾ ഇത്രയും നേരം എന്തിനു വേണ്ടിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് പിറ്റേന്ന് അദ്ദേഹം ചോദിക്കുമായിരുന്നു എൻ്റെ അടുത്ത്, വല്ല ആവശ്യമുള്ള കാര്യമാണോ? യാതൊരു ബന്ധവുമില്ല. എൻ്റെ ഒരു കൂട്ടുകാരി അവളെ കുറിച്ചൊരു മോശം വാക്ക് പറഞ്ഞു, നിങ്ങളത് എങ്ങനെ പറയും? അവളെ എനിക്കറിയാം, അവൾ അങ്ങനെയല്ല. നിങ്ങൾ ആരാണ് അവരെക്കുറിച്ച് പറയാൻ? നിങ്ങൾക്ക് ആര് റൈറ്റ്സ് തന്നു? ഒരാളിൻ്റെ അഭാവത്തിൽ അയാളെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കാൻ ആരാ നിങ്ങൾക്ക് റൈറ്റ്സ് തന്നെ? ഇത് പറഞ്ഞിട്ടാണ് തർക്കം. ജെനുവിൻലി പറയുമ്പോഴേ നമുക്ക് അത്രയും മനസ്സിൽ ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂ. പക്ഷെ അങ്ങനെയുള്ള ആളുകൾക്ക് ഓപ്പോസിറ്റ് ആളുകൾ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാറില്ല. അത് ശരിയാണ്. അല്ലേ? അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പം ഞാൻ കേൾക്കുന്നുണ്ടാവില്ല, അവർ തിരിച്ചവരുടെ അത് കിട്ടും. പക്ഷെ എൻ്റെ ക്യാരക്ടർ അതുകൊണ്ട് എനിക്ക് മാറ്റാൻ പറ്റൂലല്ലോ. നമ്മൾ എക്സ്പെക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യുക, അവിടെ നിന്നും കൂടി എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം പ്രതീക്ഷിക്കുക. അതുകൊണ്ടാണ് എൻ്റെ ഒരു നിലപാട് അങ്ങനെയായിരുന്നു. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായപ്പോഴും ഞാൻ ഫേസ് ചെയ്തത് അതിൻ്റെ പേരിലെ പ്രോബ്ലംസാണ്. അപ്പോൾ അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് നമ്മുടെ ജന്മം മാറ്റാൻ പറ്റൂലല്ലോ. സാഹചര്യം കൊണ്ട് കുറേ മാറ്റങ്ങൾ, നമ്മുടെ ചിട്ടകളും ശീലങ്ങളും മാറിപ്പോയേക്കാം. ഇപ്പം റൊട്ടി മാത്രം കഴിക്കുന്ന, ചപ്പാത്തി കഴിക്കുന്ന ഒരു നാട്ടിൽ ചെന്ന് അതല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അത് നമ്മുടെ ഒരു ഗതികേടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു വിധിയുടെ ഒരു ഭാഗമായിട്ട് നമ്മൾ കണക്കാക്കും. പക്ഷെ അതുകൊണ്ട് ചോറ് കാണുമ്പോൾ നമ്മൾ പിന്നെ ചാടിക്കറി അതല്ലേ കഴിക്കത്തുള്ളൂ. അങ്ങനെ വരുന്ന അപ്പോൾ നമ്മളെ ചിലതിന് മാറ്റാൻ പറ്റത്തില്ല. പരസ്യ ചിത്രങ്ങളുടെ ഭാഗമാവെന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാ ആക്ടേഴ്സും സെലിബ്രിറ്റീസും പരസ്യ ചിത്രങ്ങളുടെ ഭാഗമാവാറുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇനി ഒത്തിരി പരസ്യ ചിത്രങ്ങളുടെ ഭാഗമൊന്നും ആയിട്ടില്ല. അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം? എനിക്ക് ഒത്തിരി പൈസ കിട്ടും, നമുക്കൊരു കുറച്ചൊരു ഫെയിം കിട്ടും. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഓഫേഴ്സ് വരുമ്പോഴും എന്താ പറയുക, ഞാൻ കണ്ടന്റ് ചോദിക്കും, എന്ത് മണം, എന്ത് രുചി, ഇതൊക്കെ കാണിക്കാൻ എനിക്ക് എന്തോ പോലെ. ഇല്ല, എനിക്ക് അങ്ങനെയൊക്കെ വേണം, അതൊക്കെ നല്ലതാണ് കണ്ടോണ്ടിരിക്കുക. പക്ഷെ എനിക്കത് വരുന്നേ ഇല്ല. അല്ല, ഞാൻ ചിലപ്പോൾ ആഡിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ആഡ് ഞാൻ ചെയ്തപ്പോ രാജീവേട്ടന്റെ ആഡാണ്. അദ്ദേഹം പരസ്യ രംഗത്ത് പോപ്പുലറാണ്. അപ്പൊ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. അപ്പം ഒരു കോഫിയുടെ ഒരു ആഡ്, അതിന്റെ കൂടെ കോഫി ചോക്ലേറ്റും സെയിം, അതിന്റെ തന്നെ കോഫി ചോക്ലേറ്റ്. അപ്പോൾ ഒരു കയ്യിലൊരു കപ്പ് ചൂട് കാപ്പി ആ ടേക്ക് സമയത്ത് തന്നിട്ട് ഇത് നോക്കിയിട്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് വേണം, എന്ത് രുചിയൊക്കെ പറയണം. തമിഴാണേ. അപ്പോൾ ഇങ്ങനെ ചൂട് പോകണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നു. എല്ലാ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും ചുറ്റിനും നിൽക്കുന്നവരുടെ കയ്യിൽ 3-4 സിഗരറ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ ഗ്രാഫിക്സ് കറക്റ്റ് ആ ടേക്കിന് തൊട്ട് മുമ്പ് ഇവർ വലിച്ചിട്ട് ഈ പുക കൊണ്ടു വെച്ചിട്ട് അടച്ചു. ഇതൊക്കെ വരുന്നതിന് ശരിക്കും എന്നിട്ട് പുക വരാൻ വേണ്ടിയിട്ട്, കാരണം കാപ്പി വെച്ച് കഴിഞ്ഞാൽ അത് ഷോർട്ടിന്റെ ടൈമിൽ അത് ആറിപ്പോവും. അപ്പൊ ഇവര് പുക മാത്രമായിട്ട് ഇട്ട് വെക്കും. ഈ പുക എല്ലാം കൂടെ 5-6 എണ്ണം ഇതിനകത്തോട്ട് തലയിട്ട് പുകയും വെച്ചിട്ട് അടച്ചോ ആക്ഷൻ ടേക്ക് എന്ന് പറഞ്ഞ് ഇതൊരു എന്ത് വേണം എന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അയ്യേ എന്നെ കൊണ്ട് പറ്റത്തില്ല. എല്ലാം എണ്ണം കൂടെ സിഗരറ്റ് വലിച്ച് പുകയിട്ട് വെച്ചിട്ട് എന്ത് വേണം, എന്ത് രുചി, എനിക്ക് ശരിയാവും. അതോടെ അല്ല, ഞാൻ പറയും, ഒരു എക്സ്പീരിയൻസ് പറയണം. എന്നിട്ട് പിന്നെ എങ്ങനെയോ എടുത്തു. അപ്പോ അത്രയും നല്ല, അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫും ഒരെണ്ണം എടുത്തു. അതിനും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്താ അറിയോ,
കംഫർട്ടബിൾ ആവാൻ പറ്റുന്നില്ല. എനിക്കതിലോട്ട് അങ്ങനെ ഒരു കൃത്രിമമായിട്ട് നമുക്കൊട്ടും പരിചയമില്ലാത്ത ഒരു പ്രോഡക്റ്റിനെ പറ്റി ഞാൻ വെറുതെ ഇരുന്ന് പുളു പിടിക്കുക. ഞാൻ ഉപയോഗിച്ച് നോക്കണം അത്. അതുകൊണ്ട് ആ ഫുഡ് പ്രോഡക്റ്റ് കഴിയുന്നതും ചെയ്യത്തേ ഇല്ല. കാരണം ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഇതിന്റെ ഭവിഷ്യത്തുകൾ എനിക്കറിയത്തില്ല. പിന്നെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഞാൻ ഇരുന്നോണ്ട് എന്ത് ഇതാണെന്നറിയാമോ, എന്തൊരു ഇതാണെന്നറിയാമോ എന്നൊക്കെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് കഴിയുന്നത് ഞാൻ അവയാവും. മറ്റുള്ളവരെ കാണാൻ ഇഷ്ടമാണ്, എനിക്ക് പരസ്യത്തിൽ കാണാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്കെന്തോ അത് വരുന്നില്ല. ഇതുപോലെ തന്നെയാണ് റൊമാൻറ്റിക് അൺറൊമാൻറ്റിക് ആയിട്ടുള്ള ഒരാൾ, അതായത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നുള്ള പിച്ച. പക്ഷെ നമുക്ക് ഇന്ന് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലവ് സീനിൽ ഋഷാവിന്റെ വീഡിയോസ് ഉണ്ട്. പക്ഷെ അതെങ്ങനെ പറ്റുന്നു? എങ്ങനെയൊക്കെയോ പറ്റിച്ചെടുക്കുന്നു. ഒന്നാമത്തെ കാര്യം, എല്ലാവരും എന്നെ മോളെ മോളെ പൊടിമോളെ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മുമ്പിൽ എൻ്റെ പ്രണയം കാണിക്കാന്ന് പറയുന്ന ഒരു താണക്കെട്ട ഒരു സമ്പ്രദായം. എന്തോ ചെയ്യും, എല്ലാവരും അങ്ങനെ വിളിക്കുന്നവരാ. അപ്പം തല ഉരിഞ്ഞ് ഇങ്ങനെ മേപ്പോട്ട് നോക്കി ചിരിച്ചാൽ അതാണ് നാണം എന്ന് ഞാൻ ഫിക്സ് ചെയ്തു. വലിയ പാടാണ്. ജയറാമിനെയൊക്കെ ഒന്ന് ഉള്ളുവമ്പിച്ചോ മാന്തോ ഇഷ്ടംപോലെ. ജയറാമിന്റെ ഒക്കെ ഈ 6-ാം മലയിൽ എന്നുവെച്ചാൽ അടുത്തോട്ട് വരാതിരിക്കാൻ ഭരതനങ്ങള് നല്ലോണം ഹഗ് എന്ന് പറയും. അപ്പൊ മറുപടി ഞാൻ ഇങ്ങനെ നിൽക്കും. അയ്യ അങ്ങനെ നിൽക്കില്ലേ എനിക്ക് ഭർത്താവിനോട് സ്നേഹമില്ലെന്ന് തോന്നും. അപ്പൊ കഴിയുന്നത് ഇങ്ങനെ ആക്കിക്കൊണ്ട് കൂടുതൽ അടുത്തോട്ട് പോകുമ്പോ ഡയറക്ടറല്ലേ അത്രയും ടേക്ക് നല്ലോണം കിട്ടട്ടെ എന്ന് പറഞ്ഞ് ഹഗ് ചെയ്യാൻ പറയും. ഈ നഖം കൊണ്ട് ഇങ്ങനെ കുത്തി ഇങ്ങനെ എടുക്കും. എടുത്തിട്ട് സാർ എന്നെ കുത്തുന്നു സാർ, പറഞ്ഞിട്ടാ എന്നെ കുത്തുന്നു ഈ കുട്ടി, വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കഷ്ടപ്പെട്ടു. അല്ല അവർക്കറിയാം അത് പറഞ്ഞുകൂടെ. ഇപ്പൊ ഡയറക്ടർ അടുത്ത് പറഞ്ഞുകൂടെ അഭിനയിക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ എന്തിനാ ഉപദ്രവിക്കുന്നത്. എങ്കിലും ഇത്ര പേര് അഭിനയിച്ചില്ലേ, ഇപ്പോഴും ആളുകൾ പറയുന്നുണ്ടല്ലോ മാമിന്റെ കൂടെ ഇനിയും അഭിനയിക്കണം, ഇനിയും സിനിമകൾ ചെയ്യണം എന്ന് പറയില്ലേ. അതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റിൽ എനിക്ക് ഇന്നാളുടെ കൂടെ ഇനിയും സിനിമകൾ ചെയ്യണം അങ്ങനെയുണ്ടോ? എനിക്ക് എന്ന് വെച്ചാൽ മുകേഷ് ചേട്ടൻ്റെ കൂടെയും ശ്രീനേട്ടൻ്റെ കൂടെയും കൂടുതൽ കോമ്പിനേഷൻ ചെയ്യാൻ ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഹ്യൂമറിന്റെ ഒരു പ്രത്യേക തലത്തിലുള്ളവരാണ്. എല്ലാവരുടെ കൂടെയും വർക്ക് ചെയ്യുന്നത് നമുക്ക് സന്തോഷമേ ഉള്ളൂ, എല്ലാവരുടെ കൂടെയും. പക്ഷെ ഇവർ രണ്ടുപേരുടെയും, മുകേഷ് ചേട്ടനൊക്കെ നിന്നിടത്ത് നിന്ന് കിലോമീറ്റർ ഓടും, അനങ്ങത്തില്ല. ഓട്ടം കണ്ടിട്ടില്ലേ മുകേഷ് ചേട്ടൻ? നമ്മൾ പ്രൊഫൈൽ ശ്രദ്ധിച്ചാൽ ചിരിച്ചു കൊണ്ടിരിക്കും. ഒന്നും സംസാരിക്കണ്ട, ഒരു വകയും സംസാരിക്കണ്ട, ഓടിയാ മതി. അത്ര നല്ലൊരു ബോഡി ലാംഗ്വേജ് ഒക്കെയാണ്. ഹ്യൂമറിന്റെ ടൈമിങ് എത്രയാണ്. അതുപോലെ സീനിയേട്ടനും ഇതൊരു സാറേ ഈ മുറിയിൽ നല്ല കാറ്റ് വരും, എനിക്ക് അത്രയ്ക്ക് കാറ്റ് വേണ്ട, നീ എപ്പോ വന്നു എപ്പോ പോകുന്നു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. ലോകത്താരും ചോദിക്കത്തില്ല അങ്ങനെ ഒരു വിശേഷം, ആരും ചോദിക്കത്തില്ല. അത് ഇവിടുന്ന് മാത്രം സംസാരിക്കും. പിന്നെ തലമുദ്രത്തിൽ കണ്ടില്ലേ, വാ കൊണ്ട് വണ്ടി ഓടിക്കും. ഈ സ്റ്റിയറിംഗ് വളയുന്ന പോലെ ഈ വായിനുണ്ട്. ഇപ്പുറത്തോട്ട് പറയുമ്പോ ഉഗ്രൻ ടൈമിങ് ആക്ടറാണ് സീനിയേട്ടൻ. അവരുടെ കൂടെ ഒക്കെ എത്ര കൂടുതൽ വർക്ക് ചെയ്യണം, അതാണ് അങ്ങനെ ഒരു സന്തോഷം. ഈ കൗണ്ടേഴ്സ് പറയുന്ന തമാശ പറയുന്ന ആളുകൂടെ നമ്മൾ ഓപ്പോസിറ്റ് സംസാരിച്ചാൽ നമുക്ക് ടേക്ക് കുറെ ചിരിച്ചിട്ട്. ഞാൻ എല്ലാത്തിന്റെ ശ്രീനേട്ടന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോ അതും മുകേഷ് ചേട്ടനും അതെ, തലയുടെ മന്ത്രത്തിൽ ഞാൻ ചിരിച്ചിട്ട് സത്യമായിട്ട് ഞാൻ ചീത്ത കേട്ടിട്ടുണ്ട്. കാരണം ചിരിച്ച എനിക്ക് തോള് ആടുന്നത് മാത്രമല്ല കടലിൽ കൂടെ വെള്ളം വരും. എനിക്കും മിനിച്ചേച്ചിക്കും കരച്ചേച്ചിക്കും ഉള്ള പ്രശ്നം അത്. അപ്പൊ ചിരിക്കുന്ന സീൻ കരയുന്ന സീൻ പോലെ ആയിപ്പോ ഋഷ കണ്ണ് തുടക്കും. തമാശ പറയുന്നതാണ് നന്നായിട്ട് തമാശ എൻജോയ് ചെയ്യല്ലോ. എനിക്കത് ഒരു രക്ഷയില്ല. ചിരി വന്നു കഴിഞ്ഞാൽ പിന്നെ ടേക്കിൽ ആ ചിരി ഇവിടെ നിൽക്കും, ചിരി മസിൽ ഇവിടെ കയറി നിൽക്കും. ഈ ബസ്സിൽ ഇറങ്ങത്തില്ല പിന്നെ. നല്ല എപ്പോഴും എന്താ പറയുക, ഇങ്ങനെ ഭയങ്കര നല്ല ഓർമ്മകളും നല്ല സംഗതികളുമാണ് അവരോടുള്ള അവർക്കൊക്കെ. എനിക്ക് പഴയ ഒത്തിരി ആളുകളുടെ കഥകൾ പറയുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത നേരിട്ട് ആളുടെ കഥകളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്, ഇത് പണ്ട് നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അറിയാനോ കേൾക്കാനോ. അങ്ങനെ ഒരു ഭാഗ്യമില്ലേ അതിപ്പോ ഇപ്പോഴത്തെ ജനറേഷൻ ആളുകൾക്ക് അത് പറഞ്ഞേക്കാൻ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് പേടിയാണ് പറയാൻ. നമ്മൾ ആരെങ്കിലും കുറിച്ച് തമാശയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇത് ആര് റെക്കോർഡ് ചെയ്യുന്നു, ഇത് എന്ത് വിവാദത്തിൽ കൊണ്ടുവന്ന് ആക്കുന്നു എന്നൊക്കെ ഉള്ളൊരു പേടി വരും. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്നെ കുറിച്ച് കളിയാക്കി ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എന്നെ കുറിച്ച് ഉറക്കെ കളിയാക്കും. മുകേഷ് ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തമാശ പറയും കളിയാക്കുകയൊക്കെ ചെയ്യും. ഞങ്ങൾ എല്ലാവരും വീണ് കിടന്ന് ചിരിക്കും. മുകേഷ് ചേട്ടനെ പോലെ അത്രയും ലൊക്കേഷനിൽ ചിരിപ്പിക്കുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അതൊന്നും ചിലർ കുറച്ച് മുകേഷ് എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടിരുന്നില്ല എന്നൊക്കെ ചുമ്മാ ഒരു പരിഭവം പോലെ ഇടയ്ക്ക് പറയുമെന്നല്ലാതെ ഇന്ന് പേടിയല്ലേ നമുക്ക്, ഇന്ന് രഹസ്യമായിട്ടൊക്കെ അല്ലേ പറയാൻ പറ്റുള്ളൂ.
കാരണം ഏതോ ക്യാമറ ഏതോ റെക്കോർഡർ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ള പേടിയല്ലേ. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ശരിക്കും ആർട്ടിസ്റ്റിന്. ഇപ്പം ഞാനൊരു പെൺകുട്ടി, ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യാണ്, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുവരികയാണ്. എന്നെപ്പോലെ ഒത്തിരി പേരുണ്ടാവും. നമുക്കൊരു ബാക്ക് സപ്പോർട്ട് അല്ലെങ്കിൽ നമുക്ക് ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നെഗറ്റീവും ഇപ്പം റൂമേഴ്സ് ഒക്കെ വന്നെങ്കിലും നമുക്ക് മുന്നോട്ട് ജീവിക്കണം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം. ഇത്ര വർഷത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ, ശരിക്കും ലൈഫിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ലെങ്കിൽ ഒരു നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഒരു മോട്ടിവേഷൻ തരുന്നത് എന്താ ശരിക്കും മാമിന്? ഞാൻ എന്താ പറയുക, നമ്മൾ നിശ്ചയിക്കുന്ന പോലെ അല്ല ഒരു കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ളത്. നമ്മൾ പ്ലാൻ ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചതോ പോലെയായിട്ടൊന്നും നടന്നിട്ടില്ല. എൻ്റെ കരിയർ മുതൽ ഇങ്ങോട്ട് ഞാൻ പഠിച്ച് ഒരു അത്യാവശ്യം ഒരു സർക്കാർ ഉദ്യോഗസ്ഥ അല്ലെങ്കിൽ ഒരു അധ്യാപിക, അവിടം വരെയൊക്കെ എൻ്റെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഒരു സ്വപ്നം കണ്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ എന്ത് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് എൻ്റെ കരിയർ തീരുമാനിക്കപ്പെട്ടു. പിന്നെ അവിടെ നിന്നുള്ള യാത്ര എന്ന് പറയുന്നത് ഞാൻ ഇവിടെ തന്നെയാണ് നിലനിൽക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ ഒരു 100 പടം കഴിയേണ്ടി വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഇതുവരെയുള്ള യാത്രയും നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞതുപോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത് മനുഷ്യരെ കഴിയുന്നതും വെറുപ്പിക്കാതെ ജീവിക്കുക എന്നുള്ളത് മാത്രമേ മനസ്സിനകത്തുള്ളൂ. എപ്പോഴും നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരെ കഴിയുന്നതും വേദനിപ്പിക്കാതിരിക്കുക, അത് മാത്രമേ ഉള്ളൂ. പിന്നുള്ള മോട്ടിവേഷനൊക്കെ ഒരു അമ്മയായി കഴിയുമ്പോൾ എന്താണ്, എപ്പോഴും കുഞ്ഞുങ്ങളെക്കുറിച്ച് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ കുടുംബം എന്ന് പറയുന്നതിൽ കൂടുതൽ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലൊക്കേഷൻ എൻ്റെ വീടാണ്. ഇതിപ്പോൾ എവിടെയായാലും ഏത് കുടിലായാലും ഏതായാലും ഓടി അങ്ങോട്ട് പോകണം. അപ്പം കൂടണയാൻ കാത്തിരിക്കുന്ന ഒരു കിളിയായിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കും പോകുന്നു, അത്രേ ഉള്ളൂ. വളരെ ഭയങ്കര ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ടെൻഷൻസ് കൊണ്ടുവെക്കാതെ എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കണം, അങ്ങനെ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ആഗ്രഹം. എനിക്ക് എൻ്റെ പരിസരത്ത് വെറുതെ ഒരുപാട് ഈ ഗൗരവത്തിൽ സംസാരിച്ച് വഴക്കുണ്ടാക്കി അതൊക്കെ എന്നെ വല്ലാതെ അഫക്റ്റ് ചെയ്യും. എനിക്കത് ഇഷ്ടമേ അല്ല. അങ്ങനെ കഴിയുന്നതും ചിരിച്ചും സന്തോഷിച്ചും പോവുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മറ്റു മൃഗങ്ങളും ജീവരാശികളും ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മനുഷ്യനല്ലേ ചിരിക്കാനും ചിരിപ്പിക്കാനും നമുക്ക് പ്രത്യക്ഷത്തിൽ അതല്ലേ മനസ്സിലാവുന്നുള്ളൂ. ആ സമയങ്ങളിലൊക്കെ എന്തിനാ ഇങ്ങനെ ചുമ്മാതെ വഴക്ക് വിട്ട് മനുഷ്യനെ വെറുപ്പിച്ചും അല്ലെങ്കിൽ വെറുത്തുമൊക്കെ എന്തിനാണിങ്ങനെ? ശരിയാണ്, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇപ്പം ലാലേട്ടനും കൂടി ഒരു 10-12 സിനിമകൾ ചെയ്തു, അതിൽ കൂടുതൽ സിനിമകൾ ചെയ്തു. ഇപ്പൊ ശോഭന മാമായിട്ട് വീണ്ടും ഇപ്പൊ ഒരു തുടരും സിനിമ വരിക, സക്സസ്ഫുള്ളി റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുക. എനിക്കിപ്പോഴും മിഥുനത്തിലെ സുലോചന ഉണ്ടല്ലോ, ഒത്തിരി ഇഷ്ടമുള്ള കഥാപാത്രമാണ്. നിങ്ങൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ചൊരു സിനിമ, അത് ഞങ്ങൾക്ക് ആഗ്രഹിക്കാമോ? പെട്ടെന്ന് സംഭവിക്കാമോ? അതിപ്പോ ഞാൻ ഒരു നല്ലൊരു ഡയറക്ടർ അത്രയും പ്ലാൻ ചെയ്ത് ചെയ്യണ്ടേ. കാരണം എടുത്തു വെച്ചിരിക്കുന്ന നിങ്ങളൊക്കെ ഓർക്കുന്ന ആ സിനിമകളെക്കാൾ നന്നായില്ലെങ്കിലും അതിനെ മോശമാക്കരുതല്ലോ. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അഭിനയിച്ചിട്ട് എന്താ ഇങ്ങനെ ഒരു സിനിമ എന്ന് തോന്നാത്തൊരു സിനിമ ഉണ്ടാക്കാൻ അത് അത്ര എളുപ്പമല്ലല്ലോ. അങ്ങനൊന്നും സംഭവിക്കട്ടെ. ഇപ്പോൾ മലയാളികളായതുകൊണ്ട് തന്നെ മലയാള സിനിമകൾ ഇപ്പോൾ ഒത്തിരി മാറിയിട്ടുണ്ട്. ഓരോ വർഷങ്ങളും പുതിയ പുതിയ സിനിമകൾ പല രീതിയിലാണ് മേക്കിങ്ങിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരികയാണ്. ഇപ്പം 2 ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണല്ലോ. ഇപ്പൊ തമിഴ്നാട്ടിലുള്ള സമയത്ത് നമ്മുടെ മലയാള സിനിമയെ കുറിച്ച് എന്താ അവർ പറയാ? ശരിക്കും മലയാള സിനിമ വളരെ ഇപ്പം ഞാനതല്ലേ പറഞ്ഞേ, ഞാനൊരു ജയബേബി എന്നൊരു സിനിമ ചെയ്തതിൻ്റെ പ്രൊമോഷന് പോയപ്പം അതിൽ സ്റ്റേജിൽ പ്രസംഗിച്ചവർ എല്ലാവരും ആ സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും അടക്കം സംസാരിച്ചത് മലയാള സിനിമകളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ മലയാളം തമിഴ് എന്നുള്ള ആ ഒരു വ്യത്യാസമൊക്കെ പോയി. പണ്ട് ചില സ്ലാങ് ഒന്നും മനസ്സിലാവില്ലായിരുന്നു അവിടെ. ഇപ്പം മലയാളം അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കൃത്യമായിട്ട് മനസ്സിലാവും. മാത്രമല്ല ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ളവര് പുതിയതായിട്ട് അപ്കമിങ് ആർട്ടിസ്റ്റുകളെല്ലാം എല്ലാവരും മലയാള സിനിമകൾ മിക്കവാറും ഉള്ളത് കാണുന്നുണ്ടെന്നുള്ളതാണ്. അതിപ്പം OTT പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം കൂടുതലും. അപ്പോൾ ഓൾമോസ്റ്റ് പല സിനിമകളും നമ്മൾ കണ്ടിട്ടില്ല, അവര് കണ്ടിരിക്കുന്നു. എനിക്കൊരു തമിഴിലെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞിട്ടാണ് ജാനമൺ എന്ന് പറഞ്ഞ സിനിമ കാണാൻ പറഞ്ഞത്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞു, മാഡം നിങ്ങൾ അതൊന്ന് കാണൂ എന്ന് പറഞ്ഞു. തമിഴ് അസിസ്റ്റന്റ് ഡയറക്ടർ ഉപചാരപൂർവ്വം ഗുണ്ടാജൻ എന്ന് പറഞ്ഞ പടവും വേറൊരു അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. അത്ര മാത്രം അവരത് എടുത്തിട്ട് കാണുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷെ മലയാളത്തിന്റെ തനിമയുള്ള സിനിമകൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള കഥകൾ, ഒരു കുടുംബ ബന്ധങ്ങൾ പറയുന്ന കഥകൾ, ഇതൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അല്ലാതെ തമിഴിൽ തന്നെ ചെയ്യുന്നത് പോലെയുള്ള സിനിമകളല്ല എന്നുള്ളതാണ് വാസ്തവം. മലയാളത്തിൽ ഇവിടെ ആരംഭിച്ചിട്ടാങ്ങളാന്ന് ചോദിക്കും. അവർക്ക് കാണേണ്ടത് ആ ഒരു വ്യത്യസ്തതയില് നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. അവരൊരു ചെറിയ ത്രെഡ് എടുത്തിട്ട് എന്ത് രസമായിട്ട് അവതരിപ്പിക്കുന്നു എന്നുള്ള ആ പേരുണ്ടല്ലോ, അതുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കേൾക്കുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ്. തീർച്ചയായിട്ടും മലയാള ചുറ്റുപാടിൽ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ സംഘടനയെ സംബന്ധിച്ചൊക്കെ. അപ്പൊ അത്തരം വാർത്തകൾ കേൾക്കുന്ന സമയത്ത് ഒരു
ഒരു നടൻ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഒരു വാർത്തയായി മാറുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമുക്ക് നമ്മുടെ കാര്യം മാത്രമല്ലേ നമുക്ക് ഒരു ഉറപ്പ് പറയാൻ പറ്റുന്നുള്ളൂ. ഒരു നടനായിട്ട് ഒരു അഭിനേതാവായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ടോ, നമ്മൾ പറഞ്ഞ സമയത്തിന് എത്തുന്നുണ്ടോ, നമ്മൾ എന്താണ് പ്രൊഡ്യൂസർക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടിയ കഥാപാത്രം നമ്മൾ ചെയ്ത് വരേണ്ട സമയത്ത് വന്ന് എല്ലാം ചെയ്ത് തീർത്ത് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റാണോ, നമ്മളൊരു പോസിറ്റീവ് എനർജി ആയിട്ടാണോ ഇരിക്കുന്നത്. നമ്മൾ കാരണം മറ്റുള്ളവർക്ക്, ഇപ്പം ചേച്ചി പറഞ്ഞ പോലെ ആരെയും വെറുപ്പിക്കരുതെന്ന് പറയുന്നില്ലേ, അങ്ങനെ നമ്മൾ ഇരിക്കുന്നുണ്ടോ? ജീവിതത്തിൽ മാത്രമല്ല, നമ്മളുടെ കരിയറിലും നമ്മൾ ചെയ്യുന്ന സിനിമകളിലും അത് ബാധകമാണ്. കാരണം നമ്മളെ വിശ്വസിച്ച് ഒരു പ്രൊഡ്യൂസർ, ഒരു ഡയറക്ടർ, ആ ഫുൾ ക്രൂ, ഒരു 200-300 പേര് അവിടെ വർക്ക് ചെയ്യുന്നു. അവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പലപ്പോഴും ആർട്ടിസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ആർട്ടിസ്റ്റിന്റെ കയ്യിലാണ് അവിടുത്തെ ആ ഒരു സമയം പരിമിതിയും, ഇപ്പം ലൈറ്റ് പോകുന്നു, അതിനുള്ളിൽ ഈ ഷോട്ട് എടുത്ത് തീർക്കണം, അല്ലെങ്കിൽ രാവിലെ എടുക്കേണ്ട ഷോട്ട് ഉച്ചയ്ക്ക് എടുക്കാൻ പറ്റില്ല, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ ആസ് എൻ ആർട്ടിസ്റ്റ് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എത്ര പേര് കൊതിക്കുന്ന ഒരു ഫീൽഡാണിത്, എത്ര പേരാണ് ആഗ്രഹിക്കുന്നത്. നമ്മളിവിടെ ഇന്നിപ്പം ഇരിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊരു ഷോട്ടിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഒരു 2 കൊല്ലം മുമ്പ് നമ്മൾ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു, ഇങ്ങോട്ട് അകത്തോട്ട് കടത്തി വിടാൻ പറ്റാതെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിന് ആ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ കാര്യം നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാം എന്നുള്ളത് എല്ലാവരും ചിന്തിച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഇതുപോലെ ഒത്തിരി വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, പല കാലഘട്ടത്തിലൂടെ സിനിമയൊക്കെ നോക്കിക്കാണുന്ന ആളാണ്. അപ്പൊ അതെപ്പോഴും ചിന്തിക്കാറുണ്ടോ ഈ മാറ്റത്തിന്? സിനിമ അത്രയും വാല്യൂ ചെയ്തോട് കണ്ടിരുന്ന ഒരു സമയമായിരുന്നല്ലോ. ഇന്നും അല്ല, എല്ലാ സംഘടനകളും ഇപ്പം അതാത് കാര്യങ്ങൾക്ക് സിനിമയെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന രീതിയിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ. സിനിമയെ നിർത്താനോ അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞ വ്യവസായം ഇല്ലാതാവാനോ ഉള്ളതാകരുത് ഒരു സംഘടനകളും. സംഘടന എന്ന് പറയുന്നത് നമ്മൾ എല്ലാവർക്കും ഗുണമുണ്ടാവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആർട്ടിസ്റ്റായാലും പ്രൊഡ്യൂസേഴ്സിൻ്റെ ആയാലും ഏതായാലും അത് ഈ വ്യവസായത്തെ തകർക്കരുത്. കാരണം എത്രയോ പേരുടെ ജീവിതമാണ് ഇത്. തിയേറ്ററിലെത്തില്ല, തിയേറ്ററിൻ്റെ പരിസരത്തെ എത്രമാത്രം പല പല കച്ചവടങ്ങളും നടക്കും. ഒരു തിയേറ്ററിൽ കൂടുതൽ ക്രൗഡ് വരുന്തോറും ആ തിയേറ്ററിൽ എത്ര പേര് ജീവിക്കുന്നുണ്ട്, എത്ര പേര് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള പേരിൽ എത്ര പേര് ജീവിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കണക്റ്റഡ് ആണ് ആ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നവർ. അപ്പോൾ എന്തുമാത്രം എന്താ പറയുക, വളരെ വൈഡായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണിത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ഏത് സംഘടനകളും നല്ലതാണ്. അല്ലാതെ നമ്മൾ ഒരു ജോലി കിട്ടിയിട്ട് വേണം 4 ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കാൻ എന്ന് പറയുന്ന പോലെ ശരിയാണ്. എന്താ പറയാ, ഒരു കാര്യം ചോദിച്ചതിന് കൃത്യമായിട്ട് മറുപടി. ഇപ്പൊ നോ പറയേണ്ടടുത്ത് നോ പറയാ, അല്ലെങ്കിൽ നമുക്ക് പുരുഷന്മാരോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് കണ്ടൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം. കാരണം സ്ട്രെയിറ്റ് ആയിരിക്കും മറുപടി വരിക. അത് ആളുകൾക്ക് ഒരു പേടി എപ്പോഴും ഉണ്ടാവും. അയ്യോ അങ്ങനെ ചിലപ്പോൾ നമ്മൾ പറയുന്ന തമാശ ചിലർക്ക് മനസ്സിലാവുന്നത്, ചില തമാശ മനസ്സിലാവില്ല. കാരണം നമ്മുടെ വിചാരം, എൻ്റെ വിചാരം എന്നെ അറിയാം എല്ലാവർക്കും എന്നുള്ളതാണ്. ഞാൻ ഇത് തമാശയായിട്ടാണ് പറയുന്നത്. ഈ തമാശ അറിയാത്തവരോട് പോയി, അരസികരോട് പോയി തമാശ പറഞ്ഞാലുള്ള ദുരന്തം വേറൊന്നുമില്ല. കാരണം അതൊരു ട്രാജഡി കേസായിട്ട് മാറും. പിന്നെ ഇത് നമ്മൾ പാച്ചപ്പ് ചെയ്തെടുക്കാൻ വലിയ പാടാണ്. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങൾ നമുക്ക് പറ്റും കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് ഞങ്ങൾക്കും. സിനിമാ തിയേറ്ററിലെ ഒരു എന്താ പറയാ, ഞങ്ങൾക്ക് ചിരി ഈ ട്രെയിലർ കാണുമ്പോൾ കിട്ടുന്ന നമുക്കൊരു എഫക്ട് ഉണ്ടല്ലോ, അത് നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റട്ടെ. ഫസ്റ്റ് ഷോയിൽ ഉണ്ടാവും. എല്ലാവിധ ആശംസകളും നേരാണ്. താങ്ക് യു സോ മച്ച്. ജോലി നേടാൻ ഒരേ ഒരു എൻട്രി ആപ്പ് ഡൗൺലോഡ്